ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണം ശരിയല്ല. ഇത്തരം പ്രചാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ചെയ്താൽ ശരിയല്ല, ചെയ്തിട്ടില്ല. ഇടത് ഗ്രൂപ്പുകളിലാണ് വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടത് ഗ്രൂപ്പുകൾ ചെയ്താലും ശരിയല്ല, പക്ഷെ അത് ഞങ്ങളുടെ നയമല്ല. ഇടതുപക്ഷം അതിൻ്റെ പക്ഷമല്ല. വർഗീയ പ്രചാരവേലയുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ ഞങ്ങളുടേതല്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശൈലജ ടീച്ചർ. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വസ്തുതകൾ കണ്ടെത്തിയത് ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് എന്ന് KPCC അധ്യക്ഷൻ. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേതാക്കൾ അറിയാതെ ഇത്തരം കമന്റുകൾ വരില്ലെന്നും സുധാകരൻ പറഞ്ഞു. CPM വർഗീയത ആളിക്കത്തിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നാണ് ആ പ്രയോഗം വന്നത് എന്ന് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഒരാളുകൾക്കും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചൊരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. അവർക്കെതിരെ, ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അതുപോലെ തന്നെ അത് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം. തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വർഗീയത പ്രയോഗിക്കുന്നവരാണ് ഇടതുപക്ഷം. ഇപ്പോൾ കാഫിർ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉയർത്തു വന്നിട്ടുള്ളതെങ്കിലും വടകരയിൽ നല്ല നിലയിലുള്ള വർഗീയത ഇരു മുന്നണികളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കാഫിർ പ്രയോഗം നടത്തിയത് ശരിയായില്ല. നടത്തിയത് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവാണ്, CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്, ഉന്നത നേതാവാണ്, നേരത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ KK ലതികയ്ക്കെതിരെയും ഈ പ്രയോഗം പ്രചരിപ്പിച്ച മറ്റ് DYFI നേതാക്കൾക്കെതിരെയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതിപ്പോൾ UDF, BJP ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ CPMനെ, സർക്കാരിനെ ആക്രമിക്കാൻ ഈ പോലീസ് റിപ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്നതൊക്കെയുള്ള വിവാദം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ വിവാദത്തിൽ CPMന്റെ പ്രതിരോധമുണ്ടാവുക? വിജയകുമാർ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഏറ്റവും കൂടുതൽ ആളിക്കത്തിച്ചത് CPM ആയിരുന്നു. ഇടത് സൈബർ കേന്ദ്രങ്ങളിലടക്കം വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പോലീസ് റിപ്പോർട്ടാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ വാദങ്ങളെല്ലാം തന്നെ അപ്പാടെ പൊളിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ശക്തമായ നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതിൽ ഇതുവരെയും പ്രതികളെ ആരും തന്നെ അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കണമെന്നൊരു നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുതിർന്ന നേതാക്കൾ അറിയാതെ ഇത്തരത്തിൽ ഒരു പ്രചരണം നടക്കില്ല എന്നതാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നത്. ഒപ്പം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും അന്വേഷണവും നടപടിയും വേണമെന്നതാണ് K സുധാകരൻ പറയുന്ന കാര്യം. അതിന് പിന്നാലെ പ്രതികരിച്ച K സുരേന്ദ്രൻ പറഞ്ഞത്, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ശക്തമായ വർഗീയ പ്രചരണം നടന്നു, ഇതിനെതിരെ ശക്തമായ നടപടി വേണം, KK ലതികയ്ക്കെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിക്കണം എന്നതുമാണ് K സുരേന്ദ്രൻ പ്രധാനമായും പ്രതികരിച്ച കാര്യം. ഒപ്പം ഇടതുപക്ഷത്ത് നിന്ന് തന്നെ ഒരു ഭിന്ന അഭിപ്രായം ഇന്ന് ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രചരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അത് തെറ്റാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചത്. ഇടത് ഗ്രൂപ്പുകളിലായാലും അത്തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ല, അത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല, സമീപനമല്ല എന്ന് ബിനോയ് വിശ്വവും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രചരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞതോടുകൂടി തന്നെ ഇനി എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ CPM സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിന് ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ആയിരിക്കും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ആയുധമാക്കുക. വിജയകുമാർ.
യെസ്, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നു. അതിനിടെ ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുഴയിലെ മൺതിട്ടകൾ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തും. നാളത്തോടുകൂടി തെരച്ചിലിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡുള്ള സ്ഥലത്തൊന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിന്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. നമ്മളിപ്പോൾ നാളത്തോടുകൂടി നേരത്തെ പറഞ്ഞത് തെരച്ചിലിന്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കും എന്നാണ്. പക്ഷേ സേനയിലെ നമ്പർ ആളുകൾ നമ്മുടെ കയ്യിൽ റിസർവിലുണ്ട്. ഏത് ഘട്ടത്തിലാണെങ്കിലും അത് അന്വേഷിക്കാൻ കഴിയുന്നവർ. വെള്ളാർമല സ്കൂളിന് സമീപത്ത് നടത്തിയ തെരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ 100ഓളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500ന്റെ ഒരു 7 കെട്ടും 100ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പി വിവരങ്ങൾ നൽകും. തനേഷ്, ഇപ്പോൾ നാളെയോടുകൂടി തിരച്ചിലിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. നേരത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു വെള്ളിയാഴ്ച വരെ തെരച്ചിൽ ഇതേ നിലയിൽ തുടരുമെന്ന്. അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ എങ്ങനെയായിരിക്കും? നമ്മൾ താൽക്കാലികമായി ഇപ്പോഴത്തെ ഈ പരിശോധന അവസാനിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ടോ അവിടെ? വിജയകുമാർ, ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നുമില്ലെങ്കിലും ഇപ്പോൾ തിരച്ചിൽ മന്ദഗതിയിലാണ്. പ്രത്യേകിച്ചും മൃതദേഹ ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. വലിയ പ്രതികൂല കാലാവസ്ഥ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ മുണ്ടക്കൈ അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമലയിൽ ഇല്ലെങ്കിൽ പോലും ആ ഭാഗങ്ങളിലൊക്കെ വലിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ അവിടെ നിന്ന് താഴേക്ക് വരാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ തെരച്ചിലിന് അത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പോലും താഴെ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് 1 ലക്ഷം രൂപ വെള്ളാർമല സ്കൂളിന് പുറകിൽ നിന്ന് കിട്ടിയത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഉള്ള ഒരു 1 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകളാണ് ലഭിച്ചത്. 4 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകളാണ് ലഭിച്ചത്. അതിൽ ആരുടെയെങ്കിലും കല്യാണാവശ്യത്തിനോ മറ്റോ വെച്ച പണമാകണം എന്ന് കരുതുന്നു. എന്തായാലും ആ പണം പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം ഈ പണക്കെട്ടിൽ തന്നെ ആ ബാങ്കിന്റെ ഇവിടെ SBI ശാഖയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ ഉടമസ്ഥനിലേക്ക് പണം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെച്ചുപുലർത്തുന്നതിന് പിന്നിൽ. എന്തായാലും ഇന്നും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലല്ല, മറിച്ച് വീടുകളിൽ, അതായത് തകർന്നുപോയ വീടുകൾക്കുള്ളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങൾ എന്നിവ കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. അങ്ങനെ പല വീടുകളിൽ നിന്നും ആളുകൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചകൾ ഇതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അത് ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ തിരച്ചിലിന്റെ 1ാം ഘട്ടം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാളെയോടുകൂടി ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള തിരച്ചിലിന്റെ ഗതി മാറും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 124 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ആ നിലയിലുള്ള പരിശോധനകൾക്ക് ഇനി പ്രസക്തിയില്ല എന്നുള്ളതാണ് വിദഗ്ധർ ഒക്കെ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 തവണ ഈ പ്രദേശങ്ങളാകെ പരിശോധന നടത്തി കഴിഞ്ഞിരുന്നു. പരമാവധി മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പരിശോധന വ്യാപകമായി നടത്തുന്നില്ല. മറിച്ച് ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ, അവിടെ ആരെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടാകാം എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ വെള്ളാർമല സ്കൂളിന് പുറകിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന JCB ഒക്കെ ഉപയോഗിച്ച് നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ നിലയിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാളെയോടുകൂടി പരിശോധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ ഭൗമശാസ്ത്രജ്ഞൻ, മുതിർന്ന ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഘാതം എത്രത്തോളം, അതിന്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള റിപ്പോർട്ട് അത് ഇന്ന് പരിശോധന പൂർത്തിയാകും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നത് പൂർത്തിയാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ കൂടി ഈ പരിശോധന തുടരും. അതിനുശേഷമായിരിക്കും ഇതിനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് 5-അംഗ കമ്മിറ്റി തയ്യാറാക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും
തുടക്കത്തിൽ ഒരുപാട് ആളുകൾ, ഒരു രക്ഷാപ്രവർത്തകർ, അതുപോലെ തന്നെ സൈന്യം, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്ന ഇടമാണ് ഈ ചൂരൽമലയും ഇതിന്റെ സമീപ പ്രദേശങ്ങളായ ഈ ദുരന്തബാധിത മേഖലകളുമൊക്കെ. പക്ഷേ ഇപ്പോൾ അത്രത്തോളം ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് ആളുകൾ, ഏതാണ്ട് 200-ൽ താഴെ സന്നദ്ധ പ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. സേനകളുടെയും അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ വിന്യാസത്തിലും ആ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ, കാടടച്ചുള്ള തിരച്ചിൽ പൂർണ്ണമായും മാറിയിരിക്കുന്നു. നാളെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് ചൂരൽമലയിൽ നിന്ന്. ഏതാണ്ട് 100-ലധികം ആളുകളെ, 120ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തെരച്ചിൽ അതേ നിലയിൽ നാളെ കഴിഞ്ഞുണ്ടാകുമോ എന്നറിയില്ല. നാളെ വെള്ളിയാഴ്ചയോടുകൂടി തെരച്ചിലിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി വിശദീകരിച്ചു. എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലെ ഇത്തരം തെരച്ചിൽ എന്നത് സംബന്ധിച്ചൊരു പക്ഷേ കൂടുതൽ വിശദീകരണം ഇന്നും നാളെയും ഒക്കെയായി ഈ മന്ത്രിതല സംഘത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് തുരങ്കപ്പാതയെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തു കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ചിന്തിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശാസ്ത്രീയമായ പഠനത്തിന് ശേഷമേ വികസനം നടപ്പാക്കാവൂവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് 2 വട്ടം ചിന്തിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴിവില്ല. അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ തുരങ്കപ്പാതയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് CPI പറയുന്നത്. ശാസ്ത്രീയമായ പഠനം കൂടാതെ മുന്നോട്ട് പോകുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട്. തുരങ്കങ്ങൾ ദുരന്തമുണ്ടാക്കുന്നതായി ലോകത്തൊരിടത്തും കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഇത്തരം ഒരു ചർച്ച ഉയർന്നു വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇക്കാര്യത്തിൽ ഈ ചർച്ച വീണ്ടും തുടങ്ങുന്നു എന്നാണോ നമ്മൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും കരുതേണ്ടത്? വിജയകുമാർ, തീർച്ചയായും ഈ 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതികളിൽ ഒന്നാണ് ഈ വയനാട് കോഴിക്കോട് തുരങ്കപാത. ഒരുപാട് മലകളൊക്കെ തുരന്നാണ് 1643 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഇതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ ആരംഭിച്ചിരുന്നു. അതിനിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കമ്പനികൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെക്കുറിച്ച് വീണ്ടും ഇപ്പോൾ ഒരു ചർച്ച ഉയരുന്നത്. ഇത് ആദ്യം തുടക്കമിട്ടത് തന്നെ CPI തന്നെയാണ് ഇതിനെതിരെ ഒരു എതിർപ്പ് അറിയിച്ചത്. തുടർന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എല്ലാതരം പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങളും നടത്തിയ ശേഷമാണ് ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയത്. അതിനുശേഷമാണ് ഇതിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങിയത്. മാത്രമല്ല, ഇത്തരത്തിൽ ലോകത്ത് പലയിടത്തും തുരങ്കപാതകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഇത് ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുമോ എന്നുള്ളത് പഠന വിധേയമാക്കേണ്ടതാണ്. അക്കാര്യം നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് പിന്നീട് നമുക്ക് പഠിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത്. പശ്ചിമഘട്ടം വളരെ ലോലമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ഈ വയനാട് കോഴിക്കോട് തുരങ്കപാതയെക്കുറിച്ചാണെങ്കിൽ അതിന് ശാസ്ത്രീയമായി വീണ്ടും പഠനം നടത്തിയ ശേഷമേ അതുമായി മുന്നോട്ട് പോകാവൂ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും ഈ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും. അത് CPM-ന്റെ ഭാഗത്ത് നിന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും CPIയുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. എന്തായാലും സർക്കാർ ഇപ്പോഴും ഇതിൻ്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികൾ ഇപ്പോഴും നടക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. വിജയകുമാർ, സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ CPM ആ പദ്ധതിയെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുമ്പോഴാണ് CPIയും ആ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. CPI വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തു കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ചിന്തിക്കണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അത് വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ കുറെ കൂടി പഠനം ആവശ്യമാണ് എന്നുകൂടി ബിനോയ് വിശ്വം പറയുന്നു. വിശദാംശങ്ങളാണ് അജീഷ് ജയകുമാർ. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഇന്ന് തിരച്ചിലില്ല. ട്രക്ക് ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ പുനരാരംഭിക്കും. തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള 24-നോട് പറഞ്ഞു. പോയിന്റ് 1-ൽ മറ്റു വസ്തുക്കളില്ല എന്നാണ് നിഗമനം. മണ്ണടിഞ്ഞ് കിടക്കുന്നത് നേവി ഡൈവേഴ്സിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും അതുൽ പിള്ള വ്യക്തമാക്കി. Starting
ഈ ഡൈവിങ് ഇന്നലെ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളൊരു റീചെക്ക് സോണാർ ചെയ്തായിരുന്നു. ആ സോണാർ ഓപ്പറേഷൻസ് ബിക്കോസ് അന്നത്തെ സോണാർ ഓപ്പറേഷനിൽ നമുക്ക് കിട്ടിയ നമ്മൾ സൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ ആ സൗണ്ടിങ്ങും ഈ പുതിയ ഇന്ന് ഡേ 4 എസ്റ്റഡേ അന്ന് സൗണ്ടിങ് ചെയ്തപ്പം ഞങ്ങൾക്ക് കമ്പാരിസൺ വേണമായിരുന്നു എത്ര ഡിഫറൻസ് ഉണ്ട് അന്നത്തെ കോൺടാക്ട്സും ഇന്നത്തെ കോൺടാക്ട്. അപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്ന അന്നത്തെ കോൺടാക്ട് 1 പ്രോബിൾ എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണ് ഒന്നുകൂടെ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ടയ്ക്ക്. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഡൈവിങ് അവിടെ നിന്ന് ചെയ്ത് അവിടുന്ന് മറ്റേ മാൽപ്പേക്കില്ല ജാക്കിങ് കിട്ടിയത്. അപ്പോൾ പക്ഷെ അവിടെ ഡൈവ് ചെയ്തപ്പം അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു, ബോൾഡേഴ്സും കല്ലും ഒക്കെ ഉള്ളായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, നാളെ തെരച്ചിൽ നടത്താൻ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്നു. നേവിയും ടീം മാൽപ്പയും നാളെ തെരച്ചിലിനെത്തും. എവിടെയായിരിക്കും ഇതിൻ്റെ ഒരു കേന്ദ്രമാകുക? ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 1-ൽ ഇനി കൂടുതൽ തെരച്ചിൽ ഉണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ ഡിഫൻസ് PRO നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഏതു ഭാഗമായിരിക്കും കേന്ദ്രീകരിക്കുക? അതിനൊരു പദ്ധതിയുണ്ടോ നാളെ എങ്ങനെ എന്നതിൽ? വിജയകുമാർ, ഈ ദുരന്തമുണ്ടായ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗംഗാവലി പുഴ അതിൻ്റെ രൗദ്രഭാവമൊക്കെ വിട്ടുമാറി ശാന്തമായി ഒഴുകുകയാണ്. ഇന്നലെ അതുകൊണ്ട് തന്നെ അനായാസം ഡൈവ് ചെയ്യാൻ നേവിയുടെയും ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്കുമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ അവരങ്ങനെ മുങ്ങുമ്പോഴും ഈ ചില വസ്തുക്കൾ കിട്ടിയതല്ലാതെ ലോറിയിലേക്ക് നേരിട്ട് അവർക്കെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം ഈ മണ്ണും മരങ്ങളുമൊക്കെ അടിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. യന്ത്രസഹായം ഇല്ലാതെ തെരച്ചിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള തരത്തിലേക്ക് ഏതാണ്ട് ഒരു നിഗമനമൊക്കെ എത്തിയിരുന്നു വൈകിട്ടോടെ. ഈ ലക്ഷ്മണയുടെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കട, ലക്ഷ്മണയുടെ ചായക്കട, അതിനൊരു പുറകുവശത്തെ ഏതാണ്ട് 40 മീറ്റർ മാറിയാണ് ഏറ്റവും ഒടുവിൽ ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഈ മേഖലയുള്ളത്. അവിടെ കാര്യമായ തരത്തിൽ ഒരു തെരച്ചിൽ നടത്തണമെങ്കിൽ ഇനി ഡ്രഡ്ജർ എത്തിക്കേണ്ടതുണ്ട്. മണ്ണ് വലിയ തോതിൽ മാറ്റി എങ്കിൽ മാത്രമേ അവിടെ ലോറിയിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ എന്നതാണ് നിഗമനം. അങ്ങനെയെങ്കിൽ ഗോവയിൽ നിന്ന് അത് എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. കർവാർ പോർട്ട് ക്യാപ്റ്റൻ ഗോവ ക്യാപ്റ്റനുമായി സംസാരിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള ആശയവിനിമയങ്ങൾ ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഗോവ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിവേഗം ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തിങ്കളാഴ്ചയോടെ എത്തുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി അത് ആ ദിവസം തന്നെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എത്രയും വേഗം എത്തിച്ച് യന്ത്ര സഹായത്തോടെ നടത്തുന്ന തിരച്ചിലായിരിക്കും ഇനി വളരെ നിർണായകമായി മാറുക. വിജയകുമാർ. ശ്രീനാഥ്, ഇപ്പോൾ ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം ശിരൂരിലെത്തും. പക്ഷേ അതുവരെ തെരച്ചിൽ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ ഇന്നലെ നേവിയും മാൽപ്പേ ടീമും ഒക്കെ ഇറങ്ങി ആഴത്തിൽ നടത്തിയ പരിശോധന, അത് ചില സൂചനകൾ അവിടെ ലോറി ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്ന ചില തെളിവുകളൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ആ നിലയിലുള്ള തെരച്ചിൽ ഈ ദിവസങ്ങളിലും തുടരില്ലേ, നാളെയും മറ്റന്നാളും ഒക്കെ? തീർച്ചയായും നേരത്തെ അതുൽ പിള്ള സൂചിപ്പിച്ചത് പ്രകാരം മുൻപ് ഒരു ഘട്ടത്തിൽ, അതായത് ഈ തെരച്ചിൽ നിർത്തിവെക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടത്തിയപ്പോൾ അന്ന് കിട്ടിയ സൗണ്ടിങ്ങും പിന്നീട് കഴിഞ്ഞ ദിവസം കിട്ടിയ സൗണ്ടിങ്ങും രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. അതായത് ഈ മേഖലയിൽ തന്നെ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു വ്യക്തത ഇപ്പോൾ തെരച്ചിൽ സംഘത്തിന് ആകെ തന്നെ ഉണ്ട്. പക്ഷേ പ്രതിസന്ധിയായി നിൽക്കുന്നത് അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അർജുൻ മാത്രമല്ല, കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റു 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ലോകേഷ്, ജഗന്നാഥ് എന്നീ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ ഊർജിതമായി തെരച്ചിൽ നടത്തേണ്ടത് ആ തരത്തിൽ കൂടി പ്രധാനപ്പെട്ടതാണ്. മറ്റു സൂചനകൾ, അവരുമായി ബന്ധപ്പെട്ട സൂചനകൾ കൂടി കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ലോറി ഈ എക്സാക്ട് ഒരു പിൻ പോയിന്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു മേഖല തിരിച്ച് അതിനകത്ത് തെരച്ചിൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ കൂടി ആ തരത്തിൽ എത്രയധികം പ്രിസൈസ് ആയ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് പോകുന്നത്. പിന്നീട് ഡ്രഡ്ജർ എത്തി അവിടെയുള്ള മണ്ണ് മാറ്റി അതിവേഗം ലോറിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ മുന്നോട്ട്. ശരി ശ്രീനാഥ്, അപ്പോൾ തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഡ്രഡ്ജർ എത്തിക്കും. അതോടുകൂടി കുറെ കൂടി കാര്യക്ഷമമായി തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് അവിടുത്തെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ അറിയിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിന് കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. ഹാഷ്മി, വെൽക്കം. രാജ്യമാകെ സ്വാതന്ത്ര്യദിനാഘോഷമാണ്, അതിന്റെ റിപ്പോർട്ടുകളാണ് വരുന്നത് അല്ലേ? പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതിലെ രാഷ്ട്രീയ പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധിക്ക് 4ാം നിരയിലേക്ക് സീറ്റും മാറി എന്നതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ഇതിന് പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ട്. സെക്കുലർ യൂണിഫോം സിവിൽ കോഡ് എന്നൊരു വാക്ക് കേൾക്കുന്നു. ഉറപ്പായും അത് വരും ദിവസം